നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് പൈത്തോണിലെ ഡിക്ഷണറി എന്ന് പറയുന്ന കളക്ഷൻ ഡാറ്റ ടൈപ്പിനെ കുറിച്ചാണ്. സോ നമ്മൾ ലിസ്റ്റും ടപ്പിളും സെറ്റും പഠിച്ച പോലെ ഇതും ഒരു കളക്ഷൻ ഡാറ്റ ടൈപ്പാണ്. സോ ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഇതിനെ നമ്മളൊരു സാധാരണ ഡിക്ഷണറി പോലെ അല്ലെങ്കിൽ ഒരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി പോലെ സങ്കല്പിക്കുക. സോ നമ്മളൊരു ഇംഗ്ലീഷ് മലയാളം ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വേർഡ് ഉണ്ടായിരിക്കും. സോ അതിനനുസരിച്ചുള്ള ഒരു മീനിങ്, മലയാളത്തിലൊരു മീനിങ് ഉണ്ടായിരിക്കും. സോ നമ്മൾ ഈ വേർഡിനെ നമുക്ക് ഇവിടെ എ കീ ആയി സങ്കല്പിക്കാം, ഈ മീനിങ്ങിനെ നമുക്ക് എ വാല്യൂ ആയി സങ്കല്പിക്കാം. സോ നമ്മൾ പൈത്തോണിലെ ഡിക്ഷണറി എന്ന് പറയുന്നത് 2 പാരാമീറ്റേഴ്സ് ഉണ്ടായിരിക്കും, ഒരു കീ ഉണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ഒരു വാല്യൂ ഉണ്ടായിരിക്കും. സോ ഞാൻ ആദ്യമായി ഇവിടെ dict1 എന്ന് പറയുന്ന പേരിലുള്ള ഒരു ഡിക്ഷണറിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഇതുപോലെ അതിന് പേര് കൊടുത്ത ശേഷം നമ്മൾ കർലി ബ്രാക്കറ്റിനുള്ളിലാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. സോ കർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മളിവിടെ ഒരാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ ഡിക്ഷണറിയിൽ ക്രിയേറ്റ് ചെയ്യുന്നത്. ആദ്യമായി അയാളുടെ പേര് സ്റ്റോർ ചെയ്യുന്നത് ഈ നെയിം എന്ന് പറയുന്ന കീയിലാണ്. സോ നമ്മളിതുപോലെ നെയിം കോളൻ കൊടുത്ത ശേഷം ആളുടെ പേര് ഇവിടെ കൊടുക്കുന്നു, ജോൺ. ഇപ്പോൾ ഈ നെയിം എന്ന് പറയുന്ന ഈ കീയിലോട്ട് നമ്മുടെ ഈ ജോൺ എന്ന് പറയുന്ന പേര് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ എന്ന് അതിനുശേഷം കോളൻ കൊടുത്ത ശേഷം ഞാനിവിടെ john@gmail.com എന്ന് കൊടുക്കുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്റ്റ് ഫോൺ എന്ന കീ കൊടുക്കുന്നു. അതിൽ ഞാൻ 1 2 3 4 5 6 7 എന്ന അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് നമ്പറും കൊടുക്കുന്നു. സോ ഇവിടെ നമ്മൾ ഓരോ വാല്യൂ എൻ്റർ ചെയ്ത ശേഷം ഒരു കോമ കൊടുക്കാൻ മറക്കരുത്. സോ നമ്മളിവിടെ 3 വാല്യൂ എൻ്റർ ചെയ്തു, ജോൺ, അദ്ദേഹത്തിൻ്റെ ഇമെയിൽ, അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പർ. സോ ഇവിടെ ഈ ജോൺ എന്ന് പറയുന്ന വാല്യൂവിൻ്റെ കീ എന്ന് പറയുന്നത് നെയിമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ഐ ഡി john@gmail.com എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയുടെ കീ ഇമെയിലാണ്. അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറിൻ്റെ കീ ഫോണാണ്. സോ നമുക്ക് ഈ ഡിക്ഷണറി ഒന്ന് പ്രിൻറ്റ് ചെയ്ത് നോക്കാം. സോ പ്രിൻറ്റ് dict1. സോ നമുക്കിവിടെ നെയിം ജോൺ, ഇമെയിൽ john@gmail.com, ഫോൺ 1 2 3 4 5 6 7 എന്നിങ്ങനെ നമ്മുടെ ഡിക്ഷണറി അവിടെ പ്രിൻ്റായി. സോ നമുക്ക് ഇനി ഇതിലൊരു പ്രത്യേക വാല്യൂ ആണ് നമുക്ക് ആക്സസ് ചെയ്യേണ്ടതെങ്കിൽ ഞാനിവിടെ ഒരു വേരിയബിൾ കൊടുത്ത ശേഷം = ഡിക്ഷണറിയുടെ പേര് കൊടുക്കുന്നു, dict1. ശേഷം നേരത്തെ നമ്മൾ ലിസ്റ്റിലും ടപ്പിളിലും ചെയ്തിരുന്നത് ഇൻഡെക്സ് നമ്പർ കൊടുക്കുകയായിരുന്നു. ഇവിടെ നമ്മൾ കീ നെയിമാണ് കൊടുക്കുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പേരാണ് ഞാൻ ആക്സസ് ചെയ്യുന്നത്. സോ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കീ എന്ന് പറയുന്നത് നെയിമാണ്. ശേഷം ഞാൻ ഈ വേരിയബിൾ ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നു. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്ക് ജോൺ എന്ന് മാത്രം ലഭിക്കുന്നു. നമ്മൾ അത് ജോൺ എന്ന് ആക്സസ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ ജോണിൻ്റെ ഈ കീവേഡ് നെയിം ഉപയോഗിച്ചാണ് ആക്സസ് ചെയ്തത്. ഇനി ഞാൻ ഇമെയിൽ ആണെങ്കിൽ എനിക്ക് ഇമെയിൽ മാത്രം പ്രിൻ്റ് ആവുന്നു. അതുപോലെ ഫോൺ നമ്പർ ആണെങ്കിൽ ഫോൺ എന്ന് പറയുന്ന കീ കൊടുത്തു കഴിഞ്ഞാൽ ഫോൺ മാത്രം നമുക്ക് പ്രിൻ്റായി വരുന്നു. അതുപോലെ നമുക്ക് ഗെറ്റ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിച്ച് നമ്മുടെ ഈ വാല്യൂസ് ആക്സസ് ചെയ്യാം. സോ നമ്മളിവിടെ dict1.get മെത്തേഡിനുള്ളിൽ നമ്മൾ നമ്മുടെ കീ കൊടുക്കുന്നു. ഉദാഹരണമായി ഞാൻ ഇമെയിൽ കൊടുക്കുന്നു. ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് ചെയ്യുമ്പോൾ നമുക്ക് ജിമെയിൽ എന്ന് കിട്ടും. സോ നമുക്ക് ഡിക്ഷണറിയുടെ നെയിമിൻ്റെ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ നമ്മുടെ കീ നെയിം കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാം. അതുപോലെ ഗെറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് കീ നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വാല്യൂ ആക്സസ് ചെയ്യാം. സോ ഇനി ഡിക്ഷണറിനുള്ളിലെ ഒരു വാല്യൂ ചേഞ്ച് ചെയ്യണമെങ്കിൽ എനിക്കിപ്പോൾ ഈ ജോൺ എന്ന് പറയുന്നത് ഈ പേര് മാറ്റണമെങ്കിൽ സോ ഞാനിവിടെ ഡിക്ഷണറിയുടെ പേര് കൊടുക്കുന്നു, ഡിക്ഷണറി സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ഞാൻ നെയിം കീ കൊടുക്കുന്നു, = ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഞാനത് സ്മിത്ത് എന്നാക്കുന്നു. ഇനി നമുക്ക് ഡിക്ഷണറി പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻ്റ് dict1 റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിം സ്മിത്ത് എന്ന് ലഭിക്കുന്നു. ഇമെയിൽ ബാക്കി രണ്ടും നമ്മൾ ചേഞ്ച് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ നമുക്ക് ലഭിക്കുന്നു. ഇത്തരത്തിൽ നമുക്ക് ഈ കീ നെയിം ഉപയോഗിച്ച് നമ്മുടെ ഡാറ്റ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ അതുപോലെ ഒരു ഡിക്ഷണറിക്കുള്ളിലെ കീസ് എല്ലാം നമുക്ക് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് for x in dict1 print x എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഡിക്ഷണറിക്കുള്ളിലെ എല്ലാ കീസും നമുക്കിതുപോലെ പ്രിൻ്റായി വരുന്നതാണ്. നെയിം, ഇമെയിൽ, ഫോൺ. അതുപോലെ നമുക്ക് ഈ എല്ലാ വാല്യൂസും പ്രിൻ്റ് ചെയ്യണമെങ്കിൽ ഈ പ്രിൻ്റ് മെത്തേഡിനുള്ളിൽ നമ്മൾ ഡിക്ഷണറിയുടെ പേര് കൊടുത്ത ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം x എന്ന് കൊടുക്കുക. ശേഷം നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ളിലെ എല്ലാ വാല്യൂസും പ്രിൻ്റ് ആവുന്നതാണ്. ഇതുപോലെ ഫോർ ലൂപ്പ് ഉപയോഗിച്ച് നമുക്ക് കീസും അതുപോലെ വാല്യൂസും ഇതുപോലെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി നമുക്ക് കീസും വാല്യൂസും നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് പ്രിൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ 2 വേരിയബിൾ കൊടുക്കാം. for x, y in dict1.items എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ച് നമുക്ക് കീസും വാല്യൂസും ഇതുപോലെ പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ നമ്മൾ പ്രിൻ്റ് മെത്തേഡിനുള്ളിൽ 2 വേരിയബിൾ കൊടുക്കുക, x, y.
ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ നെയിം ജോൺ, ഇമെയിൽ john@gmail.com, ഫോൺ 123456 ഇതുപോലെ നമ്മുടെ ഡിക്ഷണറിക്കുള്ളിലുള്ള എല്ലാ കീയും വാല്യൂസും നമുക്ക് ഒരുമിച്ച് പ്രിൻ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ ഒരു ഡിക്ഷണറിയുടെ ലെങ്ത് കാണണമെങ്കിൽ, ഡിക്ഷണറിക്കുള്ളിൽ എത്ര വാല്യൂസ് ഉണ്ടെന്ന് കാണണമെങ്കിൽ നമുക്ക് നേരത്തെ പഠിച്ച LEN മെത്തേഡ് ഉപയോഗിച്ച് നമുക്കത് കണ്ടെത്താൻ സാധിക്കുന്നതാണ്. സോ LEN മെത്തേഡ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ഡിക്ഷണറിയുടെ പേര് കൊടുക്കുന്നു. ശേഷം നമുക്ക് റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 3 എന്ന് ലഭിക്കുന്നു. നമുക്കിവിടെ 3 വാല്യൂസ് ആണുള്ളത്, 3 കീസ് ആൻഡ് വാല്യൂസ് ആണുള്ളത്. അതുപോലെ പുതിയൊരു വാല്യൂ ഇതിലോട്ട് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡിക്ഷണറിയുടെ പേര് കൊടുക്കുക. അതിനുശേഷം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമ്മൾ ആഡ് ചെയ്യേണ്ട വാല്യൂയുടെ കീ കൊടുക്കുക. നമ്മളിവിടെ ഏജ് ആണ് ആഡ് ചെയ്യേണ്ടത്. ശേഷം ഈക്വൽ ടു ഓപ്പറേറ്റർ കൊടുക്കുക. സോ നമ്മൾ കൊടുക്കുന്ന വാല്യൂ അദ്ദേഹത്തിൻ്റെ ഏജ് ആണ്. സോ നമ്മൾ 30 എന്ന് എൻ്റർ ചെയ്യുന്നു. ശേഷം നമ്മളിവിടെ പ്രിൻ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഡിക്ഷണറി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ നെയിം ജോൺ, ഇമെയിൽ john@gmail.com, ഫോൺ 123456 ഇതുവരെ ആയിരുന്നു നമ്മൾ ആദ്യം ഡിഫൈൻ ചെയ്തത്. അതിനുശേഷം ഏജ് കൂടി നമുക്കിവിടെ ലഭിച്ചു. അതുപോലെ ഡിക്ഷണറിക്കുള്ളിൽ നിന്നൊരു വാല്യൂ നമുക്ക് റിമൂവ് ചെയ്യുന്നതിന് പോപ്പ് എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉപയോഗിക്കാം. സോ നമ്മൾ ഡിക്ഷണറിയുടെ പേര് കൊടുത്ത ശേഷം ഡോട്ട് ഓപ്പറേറ്റർ കൊടുക്കുക. ശേഷം പോപ്പ്. ശേഷം നമ്മൾ കീ നെയിം കൊടുക്കുക. നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യുന്നത് ഇമെയിലാണ്. കീ നെയിം നമ്മൾ ഡബിൾ കോട്ടിനുള്ളിൽ കൊടുക്കുക, ഇമെയിൽ. ശേഷം നമ്മൾ പ്രിൻ്റ് ചെയ്യുന്നു dict1. പ്രിൻ്റ് ചെയ്ത് നോക്കാം. സോറി, നമ്മുടെ ഇവിടെ ഡിക്ഷണറി നെയിം ചേഞ്ച് ആയിട്ടുണ്ട്. DCIT എന്നാണ് കൊടുത്തത്. സോ നമുക്ക് ഡിക്റ്റ് എന്ന് കൊടുക്കണം. സോ നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ റൺ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ 2 വാല്യൂ മാത്രമേ ഉള്ളൂ, നെയിം ജോൺ, ഫോൺ 123456. സോ നമ്മൾ ഈ പോപ്പ് മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഇമെയിൽ എന്ന് പറയുന്ന ഈ കീ ഉപയോഗിച്ച് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇമെയിൽ ID ഡിലീറ്റ് ചെയ്തു. ഇതുപോലെ നമുക്ക് പോപ്പ് എന്ന മെത്തേഡ് ഉപയോഗിച്ച് കീ ഉപയോഗിച്ച് നമുക്ക് ആ വാല്യൂ ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഡെൽ കീവേഡ് ഉപയോഗിച്ചും നമുക്ക് ഇത് ഡിലീറ്റ് ചെയ്യാം. സോ നമ്മൾ ഡെൽ കീവേഡ് കൊടുക്കുന്നു. അതിനുശേഷം ഡിക്ഷണറി നെയിം കൊടുക്കുന്നു. ശേഷം സ്ക്വയർ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത ശേഷം നമുക്കിപ്പോൾ ഫോണാണ് ഡിലീറ്റ് ചെയ്യേണ്ടത്. ഫോൺ ഡീറ്റെയിൽസ് ആണ് ഡിലീറ്റ് ചെയ്യേണ്ടതെങ്കിൽ ഫോൺ എന്ന് പറയുന്ന കീ കൊടുക്കുന്നു. ശേഷം നമുക്ക് പ്രിൻ്റ് ചെയ്ത് നോക്കാം. പ്രിൻറ്റ് dict1. സോ പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെയിം ജോൺ, ഇമെയിൽ john@gmail.com, ഫോൺ നമ്മൾ ഈ ഡെൽ കീവേഡ് ഉപയോഗിച്ച് നമ്മൾ ഡിലീറ്റ് ചെയ്തു. അടുത്തത് നമുക്ക് ഈ ഡിക്ഷണറി മുഴുവനായും ക്ലിയർ ചെയ്യുന്നതിന്, ഡിക്ഷണറിക്കുള്ളിലെ വാല്യൂസ് മൊത്തം ക്ലിയർ ചെയ്യുന്നതിന് നമുക്ക് ക്ലിയർ മെത്തേഡ് ഉപയോഗിക്കാം. വെരി സിമ്പിളായിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ dict1.clear മെത്തേഡ്. ശേഷം നമുക്ക് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കിവിടെ empty ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് ലഭിച്ചത്. സോ നമുക്കിതുപോലെ ക്ലിയർ മെത്തേഡ് ഉപയോഗിച്ച് ഡിക്ഷണറിക്കുള്ളിലെ എല്ലാ വാല്യൂസും നമുക്ക് ഡിലീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ നമുക്ക് ഡിക്ഷണറി മൊത്തം ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡെൽ കീവേഡ് ഉപയോഗിച്ച് ഡിക്ഷണറിയുടെ പേര് കൊടുത്താൽ മതി. ശേഷം നമുക്ക് ഡിക്ഷണറി പ്രിൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു എറർ മെസ്സേജ് വരും. കാരണം dict1 ഈസ് നോട്ട് ഡിഫൈൻഡ്. കാരണം നമ്മൾ ഈ ഡെൽ കീവേഡ് ഉപയോഗിച്ച് ഡിക്ഷണറി മൊത്തം ഡിലീറ്റ് ചെയ്തു. സോ ഇപ്പോൾ നമ്മൾ 4 കളക്ഷൻ ഡാറ്റ ടൈപ്പുകൾ പഠിച്ചു. ലിസ്റ്റ്, ടപ്പിൾ, സെറ്റ്, ഡിക്ഷണറി. ഓരോന്നിനും അതിൻ്റേതായ പ്രത്യേകതയുണ്ട്. നമുക്ക് വേണ്ട രീതിയിൽ, നമുക്ക് വേണ്ടതിനനുസരിച്ച്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമുക്ക് ഇവയെ നമ്മുടെ പ്രോഗ്രാമിൽ ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്.